നമസ്കാരം. ആ അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ രചന കൃത്യവും ലക്ഷ്യം സത്യവും ലക്ഷ്യം നൈർമല്യവും എൻ്റെ സൃഷ്ടികൾ സത്യസന്ധവുമായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി സഞ്ചരിക്കുകയുണ്ടായി. സഞ്ചരിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവുകൾ നമുക്ക് ചുറ്റും കാണുന്ന ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും ഉള്ളറയിലേക്ക് പോകുമ്പോൾ കിട്ടിയ വെളിച്ചം, നമ്മുടെ പാരമ്പര്യമായുള്ള അറിവ്, വിശ്വാസം, ഇതെല്ലാം എന്നെ കൂടുതൽ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി. നമുക്കിവിടെ ഒത്തിരി ചരിത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പലരും എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ഒരു തമാശ എന്ന് തന്നെ പറയാം. തമാശ എന്ന് ഞാനിപ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്നുള്ളൂ. നമ്മുടെ ചരിത്രം നമുക്കല്ലേ അറിയുക. നമ്മളെ കൊള്ളയടിക്കാൻ വന്നവര് നമ്മുടെ ചരിത്രം എഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഒരു ലക്ഷ്യവും, അതിന്റെ ഒരു സത്യസന്ധതയും, അതിന്റെ ഒരു നൈർമല്യവും, അതിന്റെ ഒരു സവിശേഷവും ഉണ്ടാകുമോ? നമ്മളെ കൊള്ളയടിക്കാൻ വന്നവർ നമ്മളെ പറ്റി നല്ലത് എഴുതുമോ? എഴുതുന്നവരുണ്ടാവാം. നമ്മുടെ കാഴ്ചപ്പാട് എല്ലാം അങ്ങനെയാണല്ലോ, എല്ലാവരും നല്ലതെന്നാണല്ലോ. പക്ഷേ അതിൽ നിന്ന് എനിക്കൊരു തൃപ്തി വന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നുണ്ടെങ്കിൽ ഈ നമ്മളിലുള്ള ചരിത്ര പുസ്തകങ്ങൾ വായിച്ചു. പിന്നെ മുൻപ് പറഞ്ഞ മാതിരി നമ്മുടെ ചുറ്റുപാടും കാണുന്നത് മനസ്സിലാക്കി. പിന്നീട് നമ്മുടെ സഞ്ചാരികളുടെ സഞ്ചാര സാഹിത്യവും സഞ്ചാര രേഖകളുമാണ് എന്നെ ഇതിലേക്ക് കൂടുതൽ വഴികാട്ടിയായി എനിക്ക് തന്നിട്ടുള്ളത്. അത് ഒത്തിരിയുണ്ട്. അതുപോലെ അത് മാത്രമല്ല, നമ്മളുടെ വിവിധ സംസ്കാരങ്ങളും രാജ്യങ്ങളെ പറ്റിയും ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അങ്ങനെ മനസ്സിലാക്കിയ എന്നൊക്കെ ചെയ്തത്, ഞാൻ ആ പുസ്തകങ്ങളും ഇതൊക്കെ ഞാൻ സ്വന്തമായി, ഇപ്പം ആരും എന്നെ സംരക്ഷിക്കാനും എന്നെ പ്രോത്സാഹിപ്പിക്കാനും ഉണ്ടാവില്ലല്ലോ, ഞാനും ശ്രമിച്ചുമില്ല. സാധാരണ ഒരു പടംവരക്കാരൻ ഇങ്ങനെ ഇതിനു വേണ്ടി തുനിയും, ഇങ്ങനെ ഒരു ചിന്ത അയാളുടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു ബോധ്യപ്പെടുത്താനൊന്നും എന്റെ രീതിയും എന്റെ സ്വഭാവവും അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് മുന്നിട്ടിറങ്ങി യാത്രകൾ ചെയ്തു, ചർച്ചകൾ സംഘടിപ്പിച്ചു, ആചാരങ്ങളെയും ആഘോഷങ്ങളെയും മനസ്സിലാക്കി, ചരിത്ര അവശിഷ്ടങ്ങളെ ഞാൻ കണ്ടുപിടിച്ചെന്ന് കണ്ട് എന്റെ നിരീക്ഷണ വിദ്യ ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഒത്തിരി പുസ്തകങ്ങൾ വാങ്ങി. ഇതിനു വേണ്ടിയിട്ട് ഇന്നൊന്നും തുടങ്ങിയൊന്നുമല്ല, അത് എന്റെ ഒരു ജന്മം തന്നെ ആ രീതിയിലുള്ളതാണെന്ന് തോന്നുന്നു. അങ്ങനെ പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടിയതിൽ കുറേയുണ്ട് എൻ്റെ കയ്യിൽ. അത് ഞാൻ അടുത്ത പ്രാവശ്യം ഏത് പുസ്തകങ്ങളാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി അങ്ങ് പറയാം. കാണാം. പാലക്കൽ പുരാണം 5-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.